നെക്സ്റ്റ് നമുക്ക് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ്, അത് കെ സച്ചിദാനന്ദൻ എന്നുള്ള മലയാളം പോയറ്റ്, മലയാളം റൈറ്റർ എഴുതിയ ഒരു കളക്ഷൻ ഓഫ് എസ്സേസിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. പേജ് നമ്പർ 15 ഗൈഡിനകത്തുണ്ട്. ദ പ്ലൂറൽ ആൻഡ് ദ സിംഗുലാർ, ദ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. സോ കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പോയറ്റാണ്. മലയാളത്തിലാണ് അദ്ദേഹം എഴുതുന്നത്, ഇംഗ്ലീഷിലും അദ്ദേഹം എഴുതാറുണ്ട്. അദ്ദേഹത്തിന്റെ പോംസ് ഇംഗ്ലീഷിലോട്ട് അദ്ദേഹം തന്നെയാണ് മിക്കവാറും ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളത്. ആ പോസ്റ്റ് മോഡേണിസ്റ്റ് പോയട്രിയുടെ, മലയാളം ലിറ്ററേച്ചറിലെ പോസ്റ്റ് മോഡേണിസ്റ്റ് പോയട്രിയുടെ വൺ ഓഫ് ദി ഫൗണ്ടേഴ്സ് ആണ് കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. 60 ബുക്ക് എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. 21 പോയട്രി കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് പോംസിന്റെയും പ്ലേയുടെയും എസ്സേസിന്റെയും ട്രാവലോഗുകളുടെയും ക്രിട്ടിക്കൽ വർക്കുകളുടെയും ഒക്കെ ഒരുപാട് ട്രാൻസ്ലേഷൻസ് നടത്തിയിട്ടുണ്ട്. ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മോഡേണിസത്തിന്റെ ഒരു പയനീറിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ദെൻ സാഹിത്യ അക്കാദമിയുടെ ഫോർമർ സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം. സോ സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. പേജ് നമ്പർ 16 ദ പ്ലൂറൽ ആൻഡ് ദ സിംഗുലാർ, ദ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് കെ സച്ചിദാനന്ദന്റെ ബുക്കായിട്ടുള്ള പൊസിഷൻസ്, അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പൊസിഷൻസ് എന്നുള്ള കളക്ഷൻ ഓഫ് എസ്സേസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, പ്ലൂറൽ ആൻഡ് ദ സിംഗുലാർ. അപ്പോൾ പൊസിഷൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ കളക്ഷൻ ഓഫ് എസ്സേസ് എന്നുള്ള ഈ ബുക്ക് ഓൾ ടുഗദർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ചും ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ആ ഒരു മൾട്ടിറ്റ്യൂഡ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആ ഡിഫറൻസുകളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ലാംഗ്വേജസും ഒരുപാട് റിലീജിയനും ഒരുപാട് ഒക്കെ ഉള്ളൊരു കൺട്രിയാണ്. സോ ഒരുപാട് ലാംഗ്വേജ്, ഒരുപാട് ലിറ്ററേച്ചർ ഉണ്ട് അല്ലേ. സോ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലിറ്ററേച്ചറിനെ കുറിച്ച്, ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ ഡിഫറൻസുകളെ കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു ബുക്കിനകത്ത് സംസാരിക്കുന്നത്. 23 എസ്സേസ് ആണുള്ളത് ഈ ഒരു ബുക്കിനകത്ത്. പിന്നെ ഈ ഒരു എസ്സേയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്, അതായത് ഈ ഒരു ബുക്കിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. അതിന് ആ ഓരോ സ്റ്റേറ്റ്സുകൾക്കും ഓരോ മദർ ടങ് ഉണ്ട് അല്ലേ. ആ ഓരോ ലാംഗ്വേജസ് ഉണ്ട്. ആ ഓരോ ലാംഗ്വേജിനും അവരുടേതായിട്ടുള്ള ലിറ്ററേച്ചർ ഉണ്ട്. നമുക്ക് മലയാളം ലിറ്ററേച്ചർ ഉണ്ട്, തമിഴർക്ക് തമിഴ് ലിറ്ററേച്ചർ ഉണ്ട്, അങ്ങനെയുണ്ട്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിദാനന്ദൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമുക്ക് ഒരുപാടുണ്ട് ലിറ്ററേച്ചേഴ്സ് അല്ലേ. സോ അദ്ദേഹം പറയുന്നത് നമ്മുടെ ആ ഒരു ലിറ്ററേച്ചർ സിസ്റ്റത്തിന്റെ പ്ലൂറാലിറ്റിയെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്, അഥവാ പോളിഫോണിക് എന്ന് വെച്ചാൽ ഒരുപാട് വോയിസസ് അല്ലെങ്കിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടല്ലേ നമുക്ക്. അപ്പം നമ്മുടെ ലിറ്ററേച്ചർ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന്. കാരണം നമുക്ക് ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിനെ കാണിച്ചിട്ട് നമുക്ക് ഇത് ഇന്ത്യൻ ലിറ്ററേച്ചർ ആണെന്ന് പറയാൻ സാധിക്കില്ല. ഹിന്ദി ലിറ്ററേച്ചർ ആണ് ഇന്ത്യൻ ലിറ്ററേച്ചർ നമുക്ക് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ലിറ്ററേച്ചറും ലാംഗ്വേജും ഉണ്ട്. ആ ഒരു പോളിഫോണിക് നേച്ചറിനെയാണ്, പോളിഫോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വോയിസസ് കേട്ടോ, പോളിഫോണിക് നേച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഡിഫറൻസിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നത്. അതായത് ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയെ കുറിച്ചും അതിനകത്തുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റഫേഴ്സ്, മെറ്റഫേഴ്സിനെ കുറിച്ചും കമ്പാരിസൺസ് ഒക്കെ നടത്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം ഇതിന് വേറെ നോട്ടൊന്നും മിസ് നെറ്റിനകത്ത് കണ്ടില്ല. ഗൈഡിനകത്തുള്ളതെന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത നോട്ടാണ്. എന്നാൽ പോലും ഇത് മിസ് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് ദർ ഇസ് നോ സച്ച് തിങ് കോൾഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് ഒരുപാട് ഡൈവേഴ്സ് കൾച്ചറും ഡൈവേഴ്സ് ലാംഗ്വേജുമാണ്. ആൻഡ് ഈ ലിറ്ററേച്ചറിനെ, അതായത് ഇതിനെ എല്ലാം കൂടെ, ഇത്രയും ലിറ്ററേച്ചറിനെയും ലാംഗ്വേജസിനെയും കൂടി ഒരുമിപ്പിക്കുക അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക, അതായത് ഇമ്പോസിബിൾ ടാസ്ക് ആണ്. അതൊരു ഫെയിൽഡ് പ്രോജക്റ്റ് ആണ്. അതായത് ഇത്രയധികം കൾച്ചറിനെയും ലാംഗ്വേജിനെയും ലിറ്ററേച്ചറിനെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് ഒറ്റ പേരിലിട്ട് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു ഫെയിൽഡ് പ്രോജക്റ്റ് ആണെന്നാണ്, അതായത് ഒരു ഫെയിൽഡ് കാര്യമാണെന്നാണ്, അതൊരു ഇമ്പോസിബിൾ ടാസ്ക് എന്നാണ് ആര് പറയുന്നത്, സച്ചിദാനന്ദൻ പറയുന്നത്. അതായത് ദർ ഇസ് നോ ലിറ്ററേച്ചർ കോൾഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ. കാരണം നമുക്ക് ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറും ലാംഗ്വേജും എല്ലാം ഉണ്ട്. ആൻഡ് അതിനെ എല്ലാം ഒരുമിപ്പിക്കുന്നതെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക്കാണ്, പരാജയം സംഭവിക്കാവുന്ന ടാസ്ക്കാണത്. ആൻഡ് നമ്മുടെ കൾച്ചറും നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, നമുക്കൊരു കോമൺ ലാംഗ്വേജ് ഇല്ല, അല്ലെങ്കിൽ ഒരു കോമൺ ഫിലോസഫി നമുക്കില്ല അല്ലേ. ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് ലിറ്ററേച്ചറിന്റെ ബേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ നമുക്ക് അതുകൊണ്ട് സിംഗുലർ എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. അത് ഇദ്ദേഹം ശരിക്കും പറഞ്ഞ ഇതൊക്കെ ഒരു സ്പീച്ചിൽ പറഞ്ഞതാണ് കേട്ടോ. നമ്മുടെ കൊച്ചിയിലുള്ള ബോൾഗട്ടി പാലസിൽ ഒരു സ്പീച്ചിൽ പറഞ്ഞ സെന്റൻസുകളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. നമ്മുടെ ടൈറ്റിൽ എന്താണ്, ദ പ്ലൂറൽ ആൻഡ് ദ സിംഗുലർ, ദ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരിക്കലും സിംഗുലർ ലിറ്ററേച്ചർ അല്ല. കാരണം അതിന് വളരെയധികം പ്ലൂറാലിറ്റി ഉണ്ട്, ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് അല്ലേ. ഒരുപാട് സ്റ്റേറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള ലിറ്ററേച്ചർ ഉണ്ട്. ഇപ്പോൾ രാമായണം തന്നെ മലയാളത്തിലുണ്ട്, നമ്മുടെ തമിഴിലുണ്ട്, അങ്ങനെ ഒരുപാട് വേർഷൻസ് ഓഫ് രാമായണം അവൈലബിൾ ആണ്. ചില രാമായണത്തിനകത്തൊക്കെ രാവണന്റെ മകളായിട്ടാണ് സീതയെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വേർഷൻസ് ഓഫ്
ലിറ്ററേച്ചറാണ് നമുക്കുള്ളത് തന്നെ. ലിറ്റററി ബുക്സിന് തന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട്, നമ്മുടെ എപ്പിക്സിന് തന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. അപ്പോൾ പറയുവാണ് നമ്മുടെ ഇന്ത്യയുടെ റീജിയണൽ ഹിസ്റ്ററീസ് തന്നെ വളരെ ഡിഫറൻ്റ് ആണ്. അതായത് ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തും നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ പ്രദേശക്കാർക്കും ഓരോ ആളുകൾക്കും എന്താണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അവർക്ക് കൂടി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി ആയിരിക്കും അവർക്ക് പറയാനുള്ളത്. സോ അതുപോലെ തന്നെയാണ് ലിറ്ററേച്ചറും ലാംഗ്വേജും. അതിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്, ഡിഫറൻ്റ് ആണ് അല്ലേ. ഓരോ സ്റ്റേറ്റിനും ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് തന്നെ ഡിഫറൻ്റ് ആണ്. സോ ഇഫ് യു റൈറ്റ് എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ അത് കംപ്ലീറ്റ് ആവത്തില്ല. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്ററി നമ്മൾ എഴുതുവാണെങ്കിൽ അതൊരിക്കലും കംപ്ലീറ്റ് ആവത്തില്ല. കാരണം നമുക്ക് അത്രത്തോളം പ്ലൂറാലിറ്റി അല്ലെങ്കിൽ അത്രത്തോളം ഡൈവേഴ്സ്ഡ് ആണ് നമ്മുടെ കൾച്ചറും ലാംഗ്വേജും ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ആവശ്യം? നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഹിസ്റ്ററീസ് അല്ലെങ്കിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ കൊണ്ടുവരണം. അതായത് ആദിവാസി, ദളിത്, ഓറൽ, പെർഫോമിംഗ് ലിറ്ററേച്ചർ എന്നിങ്ങനെ കണ്ടമാനം കുറേ കാറ്റഗറീസ് ഉണ്ട് നമുക്ക്. ഇതിനെ എല്ലാം കൂടി ഒരുമിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ലിറ്ററേച്ചറാണ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഹിസ്റ്ററി അല്ലെങ്കിൽ ലിറ്ററേച്ചറാണ് നമുക്ക് വേണ്ടുന്നത്. നമുക്ക് ഒരു ലിറ്റററി കാർട്ടോഗ്രഫി വേണം. അതായത് കാർട്ടോഗ്രഫി നമ്മൾ മാപ്പ് പറയത്തില്ല, അതാണ്. അതായത് നമുക്കൊരു ലിറ്ററേച്ചറിനെ, അതായത് എല്ലാ സ്ഥലങ്ങളിലെയും ലിറ്ററേച്ചറിനെ നമ്മൾ ഒന്നിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു ഇത് വേണം. കാരണം നമ്മളൊരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പിലാണ് ജീവിക്കുന്നത്. അതായത് പിന്നെ നമുക്ക് ചുറ്റിനുള്ളതെല്ലാം ഡിഫറൻ്റ് ആണ് അല്ലേ. ആളുകൾ ഡിഫറൻ്റ് ആണ്, സ്ഥലങ്ങൾ, ലാംഗ്വേജസ്, പിന്നെ കൾച്ചർ ഡിഫറൻറ്റ്, റിലിജൻ ഡിഫറൻറ്റ്, റിച്വൽസ് ഡിഫറൻറ്റ്, എല്ലാം ഡിഫറൻ്റ് ആണ്. സോ ഇതിനെല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ കൊണ്ടുവരാൻ. ആൻഡ് പിന്നെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഓരോ ലാംഗ്വേജും ഓരോ സ്ഥലങ്ങളിൽ തന്നെ, ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ മലയാളം തന്നെ പല ഡയലക്ട്സ് ഉണ്ടല്ലേ. അതായത് തൃശ്ശൂരോട്ട് പോകുമ്പോൾ വേറൊരു സ്റ്റൈൽ, ആക്സെന്റ് തന്നെ വേറെ ആകുന്നു. അപ്പം ഇതിനെ എല്ലാം കൂടി ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെയൊന്ന് ഇൻക്ലൂസീവ് ആയാൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ലിറ്ററേച്ചർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതായത് ഓരോ വേർഡ്സിനെയും ഓരോ ആളുകളെയും ഓരോ ഓഥറിനെയും ഓരോ വർക്കിന്റെ ഓഥന്റിസിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് മനസ്സിലാക്കി എടുക്കുക. അതിനെ നമ്മൾ വേറെ രീതിയിൽ, അതായത് ഡിഫറൻറ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുക. എല്ലാ സ്റ്റോറീസും ഡിഫറൻ്റ് ആയിരിക്കും ആൻഡ് എല്ലാ സ്റ്റോറീസും ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഫോഴ്സ് ചെയ്ത് ഇതുങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അതായത് ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഒറ്റ പേരിൽ നമ്മൾ ഇതിനെ ഇട്ട് ഫോഴ്സ് ചെയ്ത് ഇതിന്റെ ഒരു കൊടക്കീഴിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ഓരോന്നും ഡിഫറൻ്റ് ആണ്, അത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ദെൻ ഒരു പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വിസിബിൾ ആക്കി മാറ്റുക, ഇന്നോഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഓഡിബിൾ ആക്കി മാറ്റുക. അത് ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റോറിയൻസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് അപ്പോൾ ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് പണ്ട് ഇങ്ങനെ ലിറ്ററേച്ചർ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ലിറ്ററേച്ചർ വളരെയധികം മെയിൻ സ്ട്രീം ആയിട്ട് നിൽക്കുവാണ്. ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ആരുടെ ലിറ്ററേച്ചറാണ്? മാറ്റി നിർത്തപ്പെട്ടവരുടെ ലിറ്ററേച്ചറാണ്. അങ്ങനെയൊക്കെ ഓരോ കാറ്റഗറീസ്, ഇപ്പം LGBT ലിറ്ററേച്ചർ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഓരോ കാറ്റഗറീസ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം എല്ലാത്തിനെയും കൂടെ നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ കീഴിൽ കൊണ്ടുവരാൻ നിൽക്കാതെ ഓരോന്നിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ട് അതിന്റെ ഡിഫറൻസസ് മനസ്സിലാക്കി അതിന്റെ ഓഥന്റിസിറ്റി അല്ലെങ്കിൽ ഒറിജിനാലിറ്റി കളയാതെ നമ്മൾ സൂക്ഷിക്കുക. ഇത് മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. ഈ ഒരു ജോലി ശരിക്കും പറഞ്ഞാൽ ആരുടെ ജോലിയാണ്? ഈ ഇൻവിസിബിളിനെ വിസിബിൾ ആക്കി മാറ്റുന്നതും ഇന്നോഡിബിളിനെ ഓഡിബിൾ ആക്കി മാറ്റുന്നതും എല്ലാം ആരുടെ ജോലിയാണ്? ഹിസ്റ്റോറിയൻസിന്റെ ജോലിയാണ്. അവർ മറന്നാൽ നമ്മൾ മറക്കും. ഹിസ്റ്റോറിയൻസ് മറന്നു കഴിഞ്ഞാൽ ആരും മറക്കും, നമ്മൾ മറക്കും. ഹിസ്റ്ററി ബുക്സിൽ ഇല്ലെങ്കിൽ നമ്മൾക്കും അറിയില്ല. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇത്രയും മിസ് അല്ലാതെ ഇതൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ദെൻ നോക്കിക്കോ, നമ്മുടെ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടിയാണ്. അതായത് whenever we think of Indian literature, അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്, സച്ചിദാനന്ദന് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ള ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് AK രാമാനുജൻ എന്നുള്ള റൈറ്ററിന്റെ ഒരു സ്റ്റോറിയാണ്. AK രാമാനുജൻ പറഞ്ഞൊരു സ്റ്റോറിയാണ്. അതായത് ഹനുമാൻ ശ്രീരാമന്റെ മോതിരം നഷ്ടപ്പെട്ടപ്പോൾ ശ്രീരാമന്റെ മോതിരം ഒരു ഹോളിലൂടെ ഭൂമിക്കടിയിലോട്ടങ്ങ് പോയി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നെതർ വേൾഡിൽ, അതായത് ഭൂമിക്കടിയിലോട്ട്, അതായത് അണ്ടർ വേൾഡിലോട്ട് പോയിട്ട് ശ്രീരാമൻ എന്ത് ചെയ്തു? ആ ഒരു മോതിരത്തിന് വേണ്ടി തിരച്ചിൽ നടത്തി. അപ്പോൾ അണ്ടർ വേൾഡിലെ, അതായത് സ്പിരിറ്റ്സിന്റെ കിങ് വന്നിട്ട് ഹനുമാന്റെ അടുത്ത് പറയുവാണ്, ഒരു പാത്രം നിറയെ കുറെ ഗോൾഡ് റിങ്സ് കാണിച്ചു, 1000s of rings കാണിച്ചു. ഹനുമാൻ വന്നത് ഒരു മോതിരം തേടിയാണ്. പക്ഷെ അണ്ടർവേൾഡിൽ ചെന്നപ്പോൾ മോതിരം കാണിച്ചപ്പോൾ എന്താണ്? ഒരു 1000കണക്കിന് മോതിരമുണ്ട്. കിങ് ഓഫ് സ്പിരിറ്റ്സ്, അതായത് അവിടുത്തെ രാജാവ്, അണ്ടർവേൾഡിലെ രാജാവ് കൊണ്ട് കാണിക്കുവാണ്. ഒരു തലയ്ക്കകത്ത് ഫുള്ള് 1000കണക്കിന് മോതിരമുണ്ട്. അപ്പം ഹനുമാൻ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടു. ഒരു മോതിരമല്ലേ കാണാതെ പോയുള്ളൂ. അപ്പം അണ്ടർവേൾഡിലെ കിങ് എന്താ പറഞ്ഞത്? അതായത് കിങ് ഓഫ് സ്പിരിറ്റ്സ് എന്താ പറഞ്ഞത്? 1000കണക്കിന് രാമന്മാരുണ്ട്, അതായത് 1000കണക്കിന് വേർഷൻസ് ഓഫ് രാമായണമുണ്ട്. ഓരോ പ്രാവശ്യവും രാമായണ സ്റ്റോറിക്കകത്ത് ശ്രീരാമന് മോതിരം കളഞ്ഞു പോകുന്നുണ്ട്. ഹനുമാൻ അത് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പക്ഷെ എന്താണ്, മോതിരങ്ങൾ ഇത്രയായിട്ടുണ്ട്. അതായത് 1000കണക്കിന് മോതിരങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 തവണ ശ്രീരാമന്റെ കയ്യിൽ നിന്ന് മോതിരം ഹോളിലോട്ട് വീണിട്ടുണ്ട്. അതായത് 1000കണക്കിന് വേർഷൻസ് ഓഫ് സ്റ്റോറീസ് ഓഫ് രാമായണ ഈസ് ഹാപ്പനിങ് സംവെയർ അറൗണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇതുപോലെയാണ് നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്.
ഒരുപാട് ടൈപ്സ് ഓഫ് രാമായണാസ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് ശ്രീരാമനുണ്ട്. ഓറലി ഫോം ഓഫ് രാമായണം ഉണ്ട്, റിട്ടൺ ഫോം ഉണ്ട്, പെയിന്റഡ് ഫോം ഓഫ് രാമായണം ഉണ്ട്, പെർഫോംഡ് വേർഷൻസ് ഓഫ് രാമായണം ഉണ്ട്. അപ്പം ആലോചിക്കണം, ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ഡൈവേഴ്സിറ്റിയും ഇതുപോലെയാണ്. നറേറ്റ് ചെയ്യുന്നത് ഒരു കഥ, റിസൈറ്റ് ചെയ്യുന്നത് ഒരു കഥ, എഴുതി വെക്കുന്നത് ഒരു കഥ. അതും വേരിയസ് ലാംഗ്വേജസിലാണ് ഓരോന്നും നടക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റോറി മാറിക്കൊണ്ടിരിക്കും. ഓരോരുത്തരുടെ ഓരോ ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിന്റെയോ കൾച്ചർ അനുസരിച്ച് ഓരോ സ്റ്റോറിയും മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഒരു കോമൺ ലിറ്ററേച്ചർ എന്ന് പറയണോ അതോ പ്ലൂറാലിറ്റിയെ കുറിച്ച് പറയണോ? നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ സിംഗുലർ ആണെന്ന് പറയണോ അതോ പ്ലൂറൽ ആണെന്ന് പറയണോ എന്ന്. അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും കൂടി ഒരു കുടക്കീഴിലാക്കണോ അതോ എല്ലാ ഡിഫറൻ്റ് ആണെന്നും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ളൊരു ഓതന്റിസിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി നിൽക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 184 മദർ ടങ്സ് ആണ് നമുക്കുള്ളത്. 22 മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്, ഒഫീഷ്യലായിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. 25 റൈറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് നമുക്ക്. അതിൽ 14 നമുക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓറൽ ലിറ്റററി ട്രഡീഷൻസ് ഉണ്ട്, റിട്ടൺ ലിറ്റററി ട്രഡീഷൻസ് ഉണ്ട്, അല്ലേ? ഇതെല്ലാം എന്താണ്? ഡിഫറൻ്റ് ആണ്. ആൻഡ് ഈ ഒരു റീസൺ കൊണ്ട് നീഹാർ രഞ്ജൻ രാജ് എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുവാണ്, നമുക്കൊരിക്കലും ഒരു സിംഗിൾ ഇന്ത്യൻ ലിറ്ററേച്ചർ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു സിംഗിൾ ഇന്ത്യൻ ലാംഗ്വേജ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, ഒരുപാട് ലിറ്ററേച്ചർ ഉണ്ട്, അവർക്ക് ഓരോരുത്തർക്കും ഒരുപാട് കൾച്ചർ ഉണ്ട്, ഒരുപാട് നമ്മൾ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നല്ലേ പറയുന്നത്. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഒരു സിംഗിൾ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നും ഒരു സിംഗിൾ ഇന്ത്യൻ ലാംഗ്വേജ് എന്നും പറയാൻ സാധിക്കുകയില്ല. ആൻഡ് അടുത്തത്, ഇന്ത്യൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്? കൾച്ചറൽ യൂണിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളെല്ലാം ഒന്നാണ്, അതായത് ഒരു കൾച്ചറൽ യൂണിറ്റി എന്നാണ് പറയുന്നത്. നമ്മുടെ വാല്യൂസ് ഒന്നാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് ഒരു ഇ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിയൻ അദ്ദേഹം പറയുവാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൻ്റെ കാര്യം പേജ് നമ്പർ 70 3rd പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് മേക്കിംഗ് ഇറ്റ് ന്യൂ മോഡേണിസം ഇൻ മലയാളം, മറാത്തി ആൻഡ് ഹിന്ദി പോയട്രി. അദ്ദേഹം പറയുവാണ്, ഹിസ്റ്ററിയിലുള്ള വലിയ സ്റ്റോറീസ് നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിയാലുള്ള കഥകളൊക്കെ എന്ന് പറയുന്നത് ഗ്രാൻഡ് സ്റ്റോറീസ് എന്നൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രാൻഡ് സ്റ്റോറീസിന് പുതിയ ലിറ്ററേച്ചറുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള പുതിയ ലിറ്ററേച്ചറുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പുതിയ ആ ഹിസ്റ്ററിയിലെ സ്റ്റോറീസ് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഡൊമസ്റ്റിക്കേറ്റഡ് ആവണം, അല്ലെങ്കിൽ ക്യാനണൈസ്ഡ് ആവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയിലുള്ള സ്റ്റോറീസും നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ ലിറ്ററേച്ചറിലെ പുതിയ ട്രെൻഡും തമ്മിൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. ആ ഹിസ്റ്ററിയിലെ സ്റ്റോറീസ് നല്ലപോലെ പോപ്പുലറൈസ് ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അത് ഡൊമസ്റ്റിക്കേറ്റഡ് ആക്കണം. എന്ന് വെച്ചാൽ മീനിങ് എന്താ? സാധാരണപ്പെട്ട ആളുകളുടെ ഇടയിൽ പോലും എത്തണം, ലോക്കൽ ലാംഗ്വേജസിൽ പോലും എത്തണം. അപ്പോൾ അതാണ് ഇവിടെ ഇ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ പറയുന്നത്. ആൻഡ് ഹിസ്റ്ററിയും ഡൊമസ്റ്റിക്കേഷനും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. അതായത് ചരിത്രവും ഡൊമസ്റ്റിക്കേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള സ്റ്റോറീസ്, അത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ സ്റ്റോറീസ് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം, ഇന്ത്യക്കാർക്കെല്ലാം. പക്ഷേ ഈ ഓരോ സ്റ്റേറ്റിലും ഓരോ കുഞ്ഞു ആളുകൾ കാണും. കുഞ്ഞല്ല, ഒരുപാട് ലീഡേഴ്സ്, നാഷണൽ ലീഡേഴ്സ്, അവർക്ക് കുറേ നാഷണൽ മൂവ്മെന്റിന്റെ കാര്യങ്ങളും നാഷണൽ സ്റ്റോറീസൊക്കെ അവർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കും. ഏകദേശം നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് ഒപ്പിച്ചാണ് നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റിനകത്ത് എല്ലാം എഴുതി വെക്കുന്നത്. എന്നാലും അവിടെ എവിടെയും ചെറിയ ഇംബാലൻസസ് ഒക്കെ കാണും. എന്തൊക്കെ ഉണ്ടായാലും എന്താ പറയുന്നത്, ഈ ഹിസ്റ്ററിയും ഡൊമസ്റ്റിക്കേഷനും ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുമ്പോൾ കുറേ ഓതേഴ്സിനെയും കുറേ വർക്ക്സിനെയും നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് കളയും. അതായത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് എഴുതി വെക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾക്ക് അറിയാവുന്ന ഹിസ്റ്ററി ആയിരിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് എഴുതി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്ത് ഹിസ്റ്ററിയും ലോക്കലായിട്ടുള്ള ഇതൊക്കെ നമ്മളിങ്ങനെ സ്റ്റോറീസും ഒക്കെ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ചില ആളുകളെ ചില ഓതേഴ്സിനെ, ചില ഹിസ്റ്ററീസ്, ചില സ്റ്റോറീസും നമ്മൾ അറിയാതെ പൊക്കളയും എന്നാണ് ഇവിടെ പറയുന്നത്. ചില വർക്ക്സ് തന്നെ നഷ്ടപ്പെട്ടു പോകും. അതായത് ഈ ഒരു പ്രസന്റ് കണ്ടീഷനിലെ കാര്യമാണ് അവർ പറയുന്നത്. നമ്മൾ പിന്നെ എന്ത് റെക്കഗ്നൈസ് ചെയ്യണം? നാഷണലും ലോക്കലും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് റിയലൈസ് ചെയ്യണം. അതായത് ചില പോസ്റ്റ് കൊളോണിയൽ ടേംസ് അല്ലെങ്കിൽ ചില പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ചില പോസ്റ്റ് കൊളോണിയൽ വൊക്കാബുലറീസ് അല്ലെങ്കിൽ വേർഡ്സ്, ചില പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറുകളാണ് ശരിക്കും പറഞ്ഞാൽ നാഷണലും ലോക്കലും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തത്. സംതിങ് ഇസ് നാഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ഇസ് കോമൺ. സംതിങ് ഇസ് ലോക്കൽ എന്ന് പറയുമ്പോൾ വിൽ ബി ലൈക്ക് എന്തോ
ലോക്കൽ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പോൾ ഒരു ലോക്കൽ പ്രോഡക്റ്റും വളരെയധികം നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് എ നാഷണൽ റൈറ്റർ ആൻഡ് ദിസ് ഇസ് എ ലോക്കൽ റൈറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഒരു ഡിഫറൻസ്. സോ ചില പോസ്റ്റ് കൊളോണിയൽ ടേംസ് അല്ലെങ്കിൽ വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ചില പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള ചില യൂസേജസ് ആണ് ശരിക്കും പറഞ്ഞാൽ നാഷണലും ലോക്കലും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് വർദ്ധിപ്പിച്ചത്. ഇഫ് സംബഡി ഈസ് എ നാഷണൽ റൈറ്റർ, അപ്പം നമ്മളിങ്ങനെ ഹീസ് എ നാഷണൽ റൈറ്റർ, അതായത് ഭയങ്കര എന്തോ സംഭവം എന്ന് പറയും. ഇഫ് സംബഡി ഈസ് എ ലോക്കൽ റൈറ്റർ എന്ന് പറയുമ്പോൾ അവൻ ഭയങ്കര ലോക്കലാണ്. ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ഒരു ആക്കിപ്പറച്ചിലുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റഡ് ആണ്. ആ ഒരു ആക്കിപ്പറച്ചിലില്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. ലിറ്ററേച്ചർ ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും. ഇതൊരു ലോക്കൽ ബുക്കാണ്, ഇതൊരു ലോക്കൽ മാഗസിനാണ്, ഇതൊരു നാഷണൽ മാഗസിനാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഇതാണ് അല്ലേ. ആ ഒരു സ്റ്റേറ്റസ്, ഒരു ഹൈ സ്റ്റേറ്റസ് ലോ സ്റ്റേറ്റസ് ഡിഫറൻസ് അവിടെ വന്നു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതാണ് പ്രശ്നം. നാഷണലും ലോക്കലും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് പ്രശ്നകാരിയാക്കിയത് കുറച്ച് പോസ്റ്റ് കൊളോണിയൽ ടേംസ് ഉണ്ട്, അവരാണ്. ദെൻ അടുത്തത് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ സ്കോളേഴ്സിന്റെ കാര്യമാണ് പേജ് നമ്പർ 80 പറയുന്നത്. KM ജോർജ്, ശിശിർ കുമാർ ദാസ്, ഇവരൊക്കെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിന്റെ ആളുകളാണ്. കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ഒരു സ്റ്റേറ്റിലെ ലിറ്ററേച്ചർ വേറെ സ്റ്റേറ്റിലെ ലിറ്ററേച്ചർ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഒരു കൺട്രിയിലെ ലിറ്ററേച്ചറും വേറൊരു കൺട്രിയുടെ ലിറ്ററേച്ചറും തമ്മിലുള്ള കമ്പാരിസൺസ് കണ്ടുപിടിക്കുന്നു. കോമൺ തിങ് എന്താണ്, ഡിഫറൻസസ് എന്താണ്, റൈറ്റേഴ്സ് തമ്മിൽ ഓരോ ഏജിലുള്ള ഡിഫറൻസ് എന്താണ്, അതാണ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ. രണ്ട് സ്കോളേഴ്സിന്റെ കാര്യം പറഞ്ഞേക്കാണ്, KM ജോർജും ശിശിർ കുമാർ ദാസും. അവർ രണ്ടുപേരും കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിന്റെ ആളുകളല്ലേ. അപ്പോൾ അവർ ഒരുപാട് ഹിസ്റ്ററീസും ഒരുപാട് കൺട്രീസിൽ ലാംഗ്വേജ് ലിറ്ററേച്ചറൊക്കെ പഠിക്കുന്നതാണ് കമ്പയർ ചെയ്ത് അല്ലേ. അപ്പോൾ അവർ ഹിസ്റ്ററി, ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ഹിസ്റ്ററീസിനെ കുറേയൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, കുറേയൊക്കെ കണക്ട് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ നോക്കി. നമുക്ക് ഓരോ സ്റ്റേറ്റിനും ഓരോ ലിറ്ററേച്ചറും ഓരോ ഹിസ്റ്ററീസും ഒക്കെ ഉണ്ടല്ലോ, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനും കോമൺ തിങ്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഇന്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ പഠിച്ചു. ശിശിർ കുമാർ ദാസ് എക്സ്പ്ലോർ ചെയ്ത പോയിന്റ്സ് എന്തൊക്കെയാണ്, അതായത് എവിടെയൊക്കെയാണ് നമ്മൾ പാരലൽസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, എവിടെയൊക്കെയാണ് കോമണാലിറ്റീസ് ഉള്ളത്, എവിടെയൊക്കെയാണ് ഡിഫറൻസസ് ഉള്ളതെന്ന് ഇദ്ദേഹം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ആൻഡ് ആഫ്റ്റർ മോർ ദാൻ 6 decades ഓഫ് ഇൻഡിപെൻഡൻസ്, 60 വർഷം കഴിഞ്ഞ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് 500 years ഓഫ് ഇമ്പീരിയൽ റൂളും കൊളോണിയൽ റൂളും എല്ലാം താണ്ടിയാണ് ഇന്ത്യ ഇപ്പം നിൽക്കുന്നത് അല്ലേ. ആൻഡ് ഇറ്റ് ഇസ് വെരി ഇമ്പോസിബിൾ ടു റീതിങ്ക്, അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നും ഇന്ത്യൻനെസ് എന്നൊക്കെ പറയാം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമേ ഇല്ല. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നും ഇന്ത്യൻനെസ് എന്നും വീണ്ടും വീണ്ടും ഊന്നി, പണ്ട് നമ്മൾ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നും ഇന്ത്യ ഈസ് മൈ കൺട്രി അല്ലെങ്കിൽ ഇന്ത്യൻനെസ് എന്നും ഐ ആം ആൻ ഇന്ത്യൻ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് നമ്മുടെ ബ്രിട്ടീഷ് റൂളിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് കഴിഞ്ഞൊരു 10 വർഷം ഒരു 30 വർഷത്തിനിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്കൊരു നാഷണലിസ്റ്റ് ഫീലിംഗ് ഉണ്ട്. ഇപ്പോഴും ഉണ്ട് നാഷണലിസ്റ്റ് ഫീലിംഗ്. പക്ഷേ നാഷണലിസ്റ്റ് ഫീലിംഗ് ഒന്നും കൂടി ഊന്നി പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ത്യൻനെസ് എന്നൊക്കെ ഇങ്ങനെ ഊന്നൽ കൊടുത്ത് പറഞ്ഞത്. ഇപ്പോൾ 500 വർഷം കഴിഞ്ഞു, 60 വർഷം കഴിഞ്ഞു ഇൻഡിപെൻഡൻസിന് ശേഷം പിന്നെയും നമ്മൾ ഇന്ത്യൻ എന്ന് ഇങ്ങനെ എന്ത് പറയുന്നേടാ ഊന്നൽ കൊടുത്ത് ഭയങ്കര ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് പറയുവാണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇന്ത്യൻനെസ് എന്താണ്, ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഐ മീൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻനെസ്, ഇന്ത്യൻ ലിറ്ററേച്ചറിലെ ഇന്ത്യൻനെസ് എന്താണ്, ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അതായത് എല്ലാ ആളുകളുടെ മൈൻഡിൽ ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് ഉണ്ടാവും. നമ്മളിങ്ങനെ ഇന്ത്യൻ ലിറ്ററേച്ചർ, എല്ലാ ലാംഗ്വേജും ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ കീഴിലാണ്, അങ്ങനെ ഒരു ലാംഗ്വേജ് ഇല്ല, ഒരു ലിറ്ററേച്ചർ ഇല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം എന്താ, ഓരോ സ്റ്റേറ്റ് നമ്മളുടെ കൾച്ചർ തന്നെ, ഇന്ത്യ ഇറ്റ്സെൽഫ് ഇസ് എന്താ പറയുക, ഒരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണ്, മൾട്ടി ലിംഗ്വിസ്റ്റിക് ആണ് അല്ലേ. മൾട്ടി ലിംഗ്വിസ്റ്റിക് ആണ്, മൾട്ടി കൾച്ചറലാണ്, മൾട്ടി ലിറ്ററേച്ചറാണ് നമുക്കുള്ളത്. സോ വീണ്ടും നമ്മൾ ഇന്ത്യൻനെസ്സിനെ കുറിച്ചും ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ചും ഒക്കെ എന്താ പറയുക ഇങ്ങനെ ഊന്നൽ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇന്ത്യൻ സ്കോളേഴ്സും എന്താ പറഞ്ഞേക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ പറയുന്നുണ്ട് ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ തന്നെ ക്ലാസിഫിക്കേഷൻസ് അവർ തന്നെ കുറേ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നുണ്ട്. ശ്രീ അരവിന്ദ ഘോഷ് ആണെന്നുണ്ടെങ്കിലും KM ജോർജ് ആണെങ്കിലും VK ഗോഖലെ എന്ന് പറഞ്ഞ കുറേ ആളുകൾ പോലും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അവരും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചൊക്കെ. അതായത് നമ്മുടെ ലാംഗ്വേജ് ഫോർമേഷൻസും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെയും യൂണിറ്റിയെക്കുറിച്ച് അത് എന്തുമാത്രം വൈരുദ്ധ്യമുള്ളതാണെന്നും ഡൈവേഴ്സ് ആണെന്നും എന്നാൽ നമ്മളത് യൂണിറ്റി കീപ്പ് ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ ഇവരെല്ലാം പറയുന്നുണ്ട്. ഇനി ഒരു റീസെന്റ് സ്കോളറാണ് ഷെൽഡൻ പോളോക്ക്. അദ്ദേഹം പറയുവാണ്, ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയരുത്. ലാംഗ്വേജ് ലിറ്ററേച്ചർ, അതായത് മലയാളം ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മലയാളം ലാംഗ്വേജ് ലിറ്ററേച്ചർ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് നെയിം ചെയ്യുവാണെങ്കിൽ ഇപ്പം നിനക്കും എനിക്കും പേരുണ്ട്, നമ്മൾ രണ്ടുപേരെ വ്യത്യസ്തമാക്കുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നീയും ഞാനും തമ്മിലുള്ള പേരുകളാണ്. മോളുടെ പേര് അഖില, എൻ്റെ പേര് ശ്വേത എന്നാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഹാശ്വേത എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, നമ്മുടെ രണ്ടുപേരുടെ ഫസ്റ്റ് ഡിഫറൻസ് എന്താണ്, നമ്മൾ രണ്ടുപേരുടെയും പേരാണ്. അപ്പോൾ മലയാളം ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്ന് ഒരു പേരിട്ട് കഴിഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ ലിറ്ററേച്ചറായി മാറും. അതിനെ നമ്മളങ്ങ് ഐസൊലേറ്റ് ചെയ്യും അല്ലേ. മലയാളം ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് തമിഴ് ലാംഗ്വേജ് ലിറ്ററേച്ചർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. സോ ഷെൽഡൻ പോളോക്ക് പറയുവാണ്, ലാംഗ്വേജ് ലിറ്ററേച്ചേഴ്സിനെ നമ്മൾ എപ്പോഴും ഐസൊലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഓരോന്നിനും ഓരോ സ്റ്റേറ്റിനും ഓരോ ലാംഗ്വേജ്, ഓരോ ലിറ്ററേച്ചർ, ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ് ലിറ്ററേച്ചറിനെ വേറൊരു ലാംഗ്വേജ് ലിറ്ററേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് കമ്പയർ ചെയ്തൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിൽ. ആൻഡ് അദ്ദേഹം പറയുവാണ്, 19th and 20th early Indian society century, 19th and early 20th century ഇന്ത്യൻ സൊസൈറ്റിയിൽ പൊളിറ്റിക്സിലും ഒക്കെ എന്താ പറയുക ഒരു ഇതുണ്ടായിരുന്നു. അതായത് ഒരു സ്ലോഗൻ പോലെ ഉണ്ടായിരുന്നു, ഒരു കൈൻഡ് ഓഫ് ഇതുണ്ടായിരുന്നു. എന്താണ്, ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഫോളോ ചെയ്തിരുന്നു. എന്തായിരുന്നു,
to forward the popular vernacular, the oral, the local, and to recapture the role of small people in effecting any big historical change. അതായത് 19th and 20th സെഞ്ചുറിയിലെ സബോൾട്ടേൺ സ്കൂള് പഠിച്ചിരുന്ന എന്താണ്? സബോൾട്ടേൺ എന്ന് വെച്ചാൽ മിസ് പറഞ്ഞു തരും. സബോൾട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിനലൈസ്ഡ് ആയപ്പെട്ടവരുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനാണ് സബോൾട്ടേൺ എന്ന് പറയുന്നത്. അത് സ്ത്രീകളെ കുറിച്ചാവാം, ദളിതിനെ കുറിച്ചാവാം, ലോ കാസ്റ്റ് ആളുകളെ കുറിച്ചാവാം, ആദിവാസികളെ കുറിച്ചാവാം, അതിനെയൊക്കെ നമ്മൾ സബോൾട്ടേൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സബോൾട്ടേൺ സ്കൂളിനകത്ത് ഒരു 19th and early 20th സെഞ്ചുറിയിൽ സ്റ്റഡി ചെയ്തപ്പോൾ, ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ, ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഓറലായിട്ടും ലോക്കലായിട്ടും അല്ലെങ്കിൽ ചെറിയ ചെറിയ ലോക്കൽ പീപ്പിളിനെ കുറിച്ച് അല്ലെങ്കിൽ സ്മോൾ പീപ്പിളിനാണ്, ഇങ്ങനെയുള്ളവർക്കാണ് വലിയ ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഇങ്ങനെയുള്ള നമ്മൾ ഇതുവരെ റിയലൈസ് ചെയ്യാത്ത ഓറലായിട്ടുള്ള എന്താണെങ്കിലും ലോക്കലായിട്ടുള്ള എന്താണെങ്കിലും സ്മോൾ പീപ്പിളിൻ്റെ റോളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ചേഞ്ചസ് ഹിസ്റ്ററിയിൽ കൊണ്ടുവരുന്നത്. ഇപ്പം ചെറിയ ഓരോ ആളുകൾ ചെറിയ ഹിസ്റ്ററീസ്, ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് പിന്നീട് വലിയ ഹിസ്റ്ററീസ് ആയിട്ട് മാറുന്നത്, അല്ലേ? ഗാന്ധി ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അത് അവിടെ നിന്ന് പോയേനെ. ഗാന്ധി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്ത് എല്ലാവരുടെയും പ്രശ്നം കേട്ട് അതൊരു വലിയ സംഭവമാക്കി മാറ്റി വലിയൊരു നാഷണലൈസ്ഡ് മൂവ്മെന്റിലോട്ട് കൊണ്ടുപോയി നമുക്ക് ഫ്രീഡം മേടിച്ചു തന്നു. അപ്പം പിന്നെ ഗാന്ധി മാത്രമായിരുന്നു നമ്മുടെ ലീഡേഴ്സ് ഇല്ല. ഓരോ സ്ഥലത്തും ഓരോ കുഞ്ഞു ലീഡേഴ്സ് കുഞ്ഞു ഫൈറ്റൊക്കെ നടത്തി പിന്നെയാണ് അതൊരു വലിയ സമരമായ നാഷണലിസ്റ്റ് മൂവ്മെന്റിലോട്ട് അത് മാറിയത്. സോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണം നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അതിപ്പോൾ ഓറൽ ലാംഗ്വേജ് ആണെങ്കിലും ലോക്കൽ ലാംഗ്വേജ് ആണെങ്കിലും വെർനാക്കുലർ ലാംഗ്വേജ് ആണെങ്കിലും പോപ്പുലർ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ആളുകൾ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളാണ് ബിഗ് ഹിസ്റ്റോറിക്കൽ ചേഞ്ചിന് വഴിയൊരുക്കിയത്. ആൻഡ് ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ കാസ്റ്റ് പോലുള്ള കാര്യങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ കൊളോണിയലിസം ആണ് ക്രിയേറ്റ് ചെയ്തത്, അല്ലേ? കാസ്റ്റ് ഡിവിഷൻ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കാസ്റ്റ് പോലും നമ്മുടെ രാജ്യത്ത് ഇത്രയധികം ട്രഡീഷണൽ ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം പോലും ഇപ്പോഴും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം കൊളോണിയലിസത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. ആൻഡ് ഈ ഷെൽഡൻ പൊള്ളോക്ക് പറയുവാണ്, തിയറി, പ്രാക്ടീസ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഇതിനെല്ലാം നമ്മൾ ഒന്നും കൂടി റീ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ അനാവശ്യമായിട്ടുള്ള ബോർഡേഴ്സ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഡിഫറൻസസ്, ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഈ ഡിഫറൻസസ് അല്ലെങ്കിൽ ഈ ബോർഡേഴ്സ് ഇതെല്ലാം ഈ ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്ന പ്രശ്നങ്ങളാണ്. പിന്നെ കെ സച്ചിദാനന്ദൻ എങ്ങനെയാണ് എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത്? അദ്ദേഹം പറയുവാണ്, നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ തന്നെ കുറേ ഓപ്ഷൻസ് കൊണ്ടുവരണം. എന്തിനാണ്? നമ്മുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ ഈ ഓരോ ലോക്കലാണെങ്കിലും ഓരോ ഇൻഡിവിജ്വൽ കൾച്ചർ ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും പഠിക്കാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സിസ്റ്റം വേണം. ഒരു കമ്പാരിറ്റീവ് കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരണം, കമ്പാരിസൺസ് നടത്തണം. പക്ഷേ കമ്പാരിസൺസ് നടത്തുമ്പോൾ പോലും ഓരോന്നും ഐസൊലേറ്റഡ് ആണെന്നും ഓരോന്നിനും ഇൻട്രാക്ഷൻസ് ഹാപ്പനിങ് ചെയ്യാമെന്നും ഓരോ ലാംഗ്വേജിനും ഓരോ പാറ്റേൺസ് സ്പെസിഫിക് ആയിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുകയും കൂടി വേണം. അല്ലാതെ ഇതിനെയൊക്കെ ഒരുമിച്ച് പിടിച്ച് കെട്ടി ഒറ്റ പേരിലിട്ട് വിളിക്കരുത്. നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമുക്കൊരു സിസ്റ്റം, ഒരു സെപ്പറേറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള ഇൻഡിവിജ്വാലിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കാൻ എന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത്. ഇതിനെല്ലാം കൂടി അല്ലാതെ ഒരു കുടക്കീഴിൽ വലിച്ചു കെട്ടി മുറുക്കി ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയരുത്. അപ്പോൾ അതിൻ്റെ ആ ഓരോന്നിൻ്റെയും ഒറിജിനാലിറ്റി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ആൻഡ് എന്നാൽ മാത്രമേ നമുക്ക് ഈ ബൈനറി ഒപ്പോസിഷനെ എന്ത് ചെയ്യാൻ പറ്റൂ? ഓവർകം ചെയ്യാൻ പറ്റൂ. വാട്ട് ഈസ് എ ബൈനറി ഒപ്പോസിഷൻ വി ആർ ടോക്കിംഗ് ഹിയർ? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ളത്. അതിൻ്റെ ഇടയിലുള്ള കുറേ കോൺട്രഡിക്ഷൻസ് ഉണ്ട്, അല്ലേ? യൂണിറ്റി ഉണ്ട്, ഡൈവേഴ്സിറ്റി ഉണ്ട്. ഈ ട്വിൻ ആസ്പെക്ട്സിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോഴും പോകുന്നത്. നമുക്ക് യൂണിറ്റി ഉണ്ട്, നമുക്ക് ഡൈവേഴ്സിറ്റി ഉണ്ട്. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി പോകണം. അല്ലാതെ നമുക്ക് യൂണിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ചു മുറുക്കി നമ്മുടെ ഡിഫറൻസസ് എല്ലാം മറന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? പ്രശ്നങ്ങളെ വരത്തുള്ളൂ. നമ്മുടെ ആ ഒരു ഒറിജിനാലിറ്റിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. സോ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബൈനറി ഒപ്പോസിഷനെ ഓവർകം ചെയ്യണം. അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ സിംഗുലർ ആണോ, ഇന്ത്യൻ ലിറ്ററേച്ചർ പ്ലൂറൽ ആണോ എന്നിങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഡിസ്കസ് അതെല്ലാം മാറ്റി കളഞ്ഞിട്ട് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഓരോന്നിനും യൂണിറ്റി ഉണ്ട്, ഓരോന്നിനും ഡൈവേഴ്സിറ്റി ഉണ്ട്. ഈ രണ്ട് കോൺസെപ്റ്റും നമ്മൾ ഈ രണ്ട് ട്വിൻ ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ രണ്ടും നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. ഇതാണ് നമ്മുടെ എസ്സേ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പേജ് നമ്പർ 19 വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിക്കൊള്ളണം. അവിടെ ഇത് ഏത് ബുക്കിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നും കെ സച്ചിദാനന്ദൻ ഏത് മദർ ടങ് റൈറ്റർ ആണെന്നും ഒക്കെ ചോദിച്ചേക്കുന്നു. കെ സച്ചിദാനന്ദൻ ലിറ്ററേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കൾച്ചറിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ കൾച്ചർ എന്ന് പറയുമ്പോൾ ലോക്കലുമാണ്, സോഷ്യോ ഹിസ്റ്റോറിക്കൽ ഫോഴ്സസും ഉണ്ട്. പിന്നെ ഇംഗ്ലീഷിൻ്റെ യൂസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ യൂസ് എന്താണ് അക്കോർഡിംഗ് ടു സച്ചിദാനന്ദൻ? ലിറ്ററേച്ചർ, ഇന്ത്യൻ ലാംഗ്വേജസിലുള്ള ലിറ്ററേച്ചറിനെ കുറിച്ച് എഴുതുക, അതാണ് ഇംഗ്ലീഷിൻ്റെ യൂസ്. പിന്നെ പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങ് നോക്കുന്നതാണ് നല്ലതാണ്.